ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ ദിവസം ഒരു വിദേശ താരത്തെ സ്വന്തമാക്കിയിരുന്നു. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള മെസ്സി ബൗളി എന്ന കാമറൂൺ താരത്തെയായിരുന്നു ഈസ്റ്റ് ബംഗാൾ കൊണ്ടുവന്നിരുന്നത്. സമീപകാലത്ത് ചൈനയിലെ സെക്കൻഡ് ഡിവിഷനിൽ മിന്നുന്ന പ്രകടനം നടത്താൻ മെസ്സി ബൗളിക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല ISLൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 8 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏതായാലും മെസ്സിക്ക് ഈസ്റ്റ് ബംഗാളിൽ തിളങ്ങാൻ കഴിയുമോ എന്നതാണ് ഇനി ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച നിരവധി താരങ്ങൾ ഇന്ന് ഈസ്റ്റ് ബംഗാളിന്റെ താരങ്ങളാണ്. അതായത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ എന്നാണ് പലരും തമാശ രൂപേണ പറയുന്നത്. നമുക്ക് ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ദിമിത്രിയോസിനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാളിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സമ്മറിലായിരുന്നു ഗോൾഡൻ ബൂട്ട് ജേതാവായിരുന്ന ദിമിത്രിയോസിനെ വലിയ സാലറി ഒക്കെ നൽകിക്കൊണ്ട് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയിരുന്നത്. 2 വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചതിന് ശേഷമാണ് ദിമി ഈസ്റ്റ് ബംഗാളിൽ എത്തിയത്. അതുപോലെ തന്നെയാണ് ജീക്സൺ സിംഗിന്റെ കാര്യവും. ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ജീക്സൺ സിംഗിനെ കഴിഞ്ഞ സമ്മറിൽ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട താരമായ നവോറ മഹേഷ് സിംഗ്, ഇദ്ദേഹം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള താരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ മെസ്സി ബൗളി. ഇനി നിഷുകുമാർ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്, ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിന്റെ താരമാണ്. അതുപോലെ തന്നെ മുഹമ്മദ് റാക്കിപ്പ് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഗോൾ കീപ്പറായ ഗില്ല് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച താരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ വലയം കാക്കുകയാണ്. ഇങ്ങനെ ഒരു പിടി താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചതിന് ശേഷം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ എത്തിയിട്ടുള്ളത്. ഒരു പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് FC ആണ് ഈസ്റ്റ് ബംഗാൾ എന്നാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം.